take it. Okay movie. Okay. Yeah. Good entertainment. Yeah. Good acting by both the Janhvi Kapoor and Siddharth Malhotra. So, it's good one-time watch. Yeah. Thank you. And direction wise is good. Direction was good. Story was typical, like boy meets girl, and then there is some situation is the villain, and they finally meet in the end. But direction was good. This was very tight story, and there was no loopholes in the direction. It's good. It's good. Okay. Story and direction. Good. Acting is also good. Now Bollywood came to their track. Now it's good. Yes. What about acting? Acting is good. Now okay. We are non-Malayali listeners, so we like the film. We are watching here. We just felt it good. Okay. Thanks. నాకేమనిపించిందంటే అమ్మాయి ఒక మలయాళీ లాగా అనిపించలేదు, సో అంత നച്ചలేదు. ആക്ടിങ് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. സുന്ദരി മൊത്തത്തിലൊരു അപരാധം പടമാണ്. 2 മണിക്കൂർ ചിരിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്, അത്രേ ഉള്ളൂ. അല്ല, മൊത്തം ഈ ഭയങ്കര ഓവറായിട്ട് കാണിക്കുന്നു. ഈ കേരളം, മാന, തേങ്ങ, അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ മൊത്തം ചിരിച്ച് കണ്ടിരിക്കാം. വളരെ മോശം എക്സ്പീരിയൻസ് തരുന്നു. മോശം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോമഡി സെൻസിൽ കാണാനാണെങ്കിൽ കാണാം, ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വന്നിരുന്ന് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടും, അങ്ങനെ കളിയാക്കി കാണാം. അല്ലാതെ ഒരു പോസിറ്റീവും പറയില്ല സത്യം പറഞ്ഞാൽ. കോമാളികളെന്നല്ല, നമ്മൾ ഒരു രീതിക്കും ഇവിടെ ഇല്ലാത്ത രീതിക്കാണ് കേരളം കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഒന്നും നെറ്റ്വർക്ക് ഇല്ല. ഇപ്പം തെങ്ങിൻ്റെ മണ്ടേ കയറി ഇരുന്നാലേ നെറ്റ്വർക്ക് കിട്ടുള്ളൂ, എല്ലാവരും തേങ്ങയിടലാണ് പണി, ഇവിടെ മുണ്ടെടുത്തില്ലെങ്കിൽ വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിക്കാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പോസിറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. ഫ്രണ്ട്സായിട്ട് ഒന്ന് കോമഡി ആയിട്ട് കാണാം, അത്രേ ഉള്ളൂ. കോംബോ എന്നൊന്നും പറയാൻ, അവരെ കാണാൻ കൊള്ളാം, അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. സിദ്ധാർത്ഥനാണെങ്കിലും ഇപ്പോൾ ജാൻവി ആണെങ്കിലും കാണാൻ കൊള്ളാം, അല്ലാതെ അവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ സീന ഇല്ല. പ്ലോട്ട് നമ്മൾ ഒരുപാട് ബോളിവുഡ് സിനിമയിൽ കണ്ടിട്ടുള്ള അതേ ജനറിക് ആയിട്ടുള്ള റോംകോം സാധനം. ക്ലീശ മാത്രമേ ഉള്ളൂ. വെറുപ്പിക്കും നമ്മളെ. ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നാൽ എൻജോയ് ചെയ്ത് കാണാം, അത്രേ ഉള്ളൂ. നല്ല പരമസുന്ദര ഒരു മരംകെട്ട് പടം. കേരളത്തിലുള്ളവരൊക്കെ എങ്ങനെയൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന കുറച്ച് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെടുത്ത പടം പോലെ ഉണ്ട് കണ്ടിട്ട്. പൈസ മുടക്കി വന്ന് തിയേറ്ററിൽ വന്നിരുന്ന് കാണേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കി ഒരു സിദ്ധാർത്ഥ മൽഹോത്രനെ കണ്ടുകൊണ്ടിരിക്കാം, ജാൻവി കപൂറൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ജാൻവി കപൂറൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നത്, എനിക്ക് കേരളത്തിനോട് എന്തോ വിരോധമുള്ള പോലെ എടുത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉത്സവം കളരിപ്പോയിട്ട് കാണിച്ചതൊക്കെ കുഴപ്പമില്ല, നമുക്ക് ഇതാക്കാം. രഞ്ജി പണിക്കറൊക്കെ കൊള്ളാം, നല്ല കാസ്റ്റിംഗ് ആണ്. പിന്നെ കഥ വൈസ് നമ്മൾ സാധാരണ കണ്ടുമടുത്ത ഒരു റൊമാൻസ്, എന്താ പറയുന്നത്, ഒരു ലവ് ട്രയാങ്കിൾ റൊമാൻസ് പടം. സാധാരണ നമ്മളെല്ലാവരും എപ്പോഴും കാണുന്ന ഒരു ബോളിവുഡ് റൊമാൻസ് പടം, അതിനെ കേരളത്തിലോട്ട് കൊണ്ടുവന്നല്ലാതെ ഒരു വ്യത്യാസമില്ല. ബോളിവുഡിൻ്റെ നിലവാരം ഓരോ ദിവസവും താഴ്ന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ പടങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആരെയും പൈസ കൊടുത്ത് കാണാനുള്ള ഒരു നിലവാരം പോലും ഇല്ല. ശാലിനി ഉണ്ണികൃഷ്ണനേക്കാൾ ഒരു 10 ഇരട്ടി കൊള്ളാം ഈ പടം. ശാലിനി ഉണ്ണികൃഷ്ണൻ എപ്പോഴും ആ തട്ട് താണു തന്നെ ഇരിക്കും, എങ്ങനെ പോയാലും അതിൻ്റെ തട്ട് ഒരു പടി താണു തന്നെ ഇരിക്കും. നല്ല ക്രിഞ്ചാണ്. കേരളത്തിനെ പോർട്രേ ചെയ്തേക്കണമെന്നും എന്തോ കാണിച്ചു വെച്ചേക്കണ പോലെയാണ്. കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു മസ്റ്റ് വാച്ച് ആണ്. നല്ല റിയലിസ്റ്റിക് മൂവിയാണ്. അഭിനയം വാക്കുകളില്ല, അത്ര നല്ല അഭിനയമാണ്.